വക്രതുണ്ടമഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതശങ്കുചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ബാലായ നീലവപുഷേ നവകിങ്കിണീകജാലാഭിരാമജഗനായ ദിഗംബരായ ശാർദൂല്യദിവ്യനഗഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ലീലാശു കവി ശ്രീ വില്ലുമംഗലം സ്വാമിയാർ രചിച്ച മാധവലീലകളുടെ മധുരമനോഹരമായ ശ്രീകൃഷ്ണ കർണാമൃതം, അതിൽ 2ാം സർഗത്തിൽ 56 മുതൽ 60 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ സ്മരിക്കുന്നത്. ശ്ലോകം 56. ഉലൂഖലം വാ യമുനാ മനോ വാ ഗോപാംഗനാനാം കുജകുട്മളം വാ മുരാരിനാംന കളഭസ്യ നൂന ആളാനമാസീത് ത്രയമേവ ഭൂമൗ. ശ്രീകൃഷ്ണനെ കാണാൻ തിരഞ്ഞു പോകുന്നവർ 3 സ്ഥലത്തെ അന്വേഷിക്കേണ്ടതുള്ളൂവെന്ന് കവി ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നു. മുരാരി നാംന കളഭസ്യ, കൃഷ്ണൻ എന്ന ആനക്കുട്ടിക്ക്, ഉലൂഖലം വാ, ഉരലോ, യമുന മന വാ, യോഗികളുടെ മനസ്സോ, ഗോപാംഗനാനാം, ഗോപസ്ത്രീകളുടെ, കുജകുട്മളം വാ, മുലമൊട്ടോ, ത്രയമേവ നൂനം ആസീത്, ഈ 3 മാത്രമായിരുന്നു ആളാനം കെട്ടുകുറ്റി. ആനക്കുട്ടികളെ കെട്ടാൻ സ്ഥിരമായ ചില സ്ഥാനങ്ങളുണ്ടാവും. അവിടെ ചെന്നാൽ ആനക്കുട്ടിയെ കാണാതിരിക്കുകയില്ല. ശ്രീകൃഷ്ണനും സ്ഥിരമായ 3 സ്ഥാനങ്ങളുണ്ട്. 1 യശോദയുടെ ഗൃഹത്തിലെ ഉരൽ, 2 യോഗീശ്വരന്മാരുടെ ഹൃദയം, 3 ഗോപസ്ത്രീകളുടെ ഗൃഹം. ഈ 3-ലൊരു ദിക്കിൽ കൃഷ്ണനെ കാണാതിരിക്കയില്ല എന്ന് കവി ഇവിടെ പ്രസ്താവിക്കുന്നു. 57. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. കരാരവിന്ദേന, ചെന്താമരപ്പ് പോലുള്ള കൈകൊണ്ട്, പദാരവിന്ദം മുഖാരവിന്ദേ, ചെന്താമരപ്പ് പോലുള്ള കാലടി, ചെന്താമരപ്പൂ പോലുള്ള വായിൽ, വിനിവേശയന്തം വെച്ചുകൊണ്ട്, വടസ്യ പത്രസ്യ പുടേ, പേരാലിൻ്റെ ഇലയിൽ, ശയാനം കിടക്കുന്ന, ബാലം മുകുന്ദം മനസാ സ്മരാമി, ഉണ്ണിയായ ശ്രീകൃഷ്ണനെ ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. മുകുന്ദാഷ്ടകത്തിലെ സുപ്രസിദ്ധമായ 1-ാമത്തെ ശ്ലോകമാണ് ഇവിടെ നാം കേട്ടത്. ചെന്താമരപ്പ് പോലുള്ള കൈകൊണ്ട്, ചെന്താമരപ്പ് പോലുള്ള കാലടി, ചെന്താമരപ്പ് പോലുള്ള വായിൽ വെച്ചുകൊണ്ട്, പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്ന ഉണ്ണിയായ ആ ഓമനക്കുട്ടനെ, ആ മരതകവർണ്ണനെ ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. ഭഗവാന്റെ മായയെ അനുഭവിക്കണമെന്നാഗ്രഹിച്ച മാർക്കണ്ഡേയ മുനിക്ക് പ്രളയാനുഭവം ഉണ്ടാക്കിയ ശേഷം അന്ത്യേ ദർശനം കൊടുത്ത രൂപമാണ് ആലിലകൃഷ്ണൻ്റെ ഈ രൂപം. ശ്ലോകം 58. ശംഭോ സ്വാഗതമാസ്യതാമിതയിതോ വാമേന പദ്മാസന ക്രൗഞ്ചാരേ കുശലം സുഖം സുരപദേ വിത്തേശനോ ദൃശ്യസേ ഇത്തം സ്വപ്നഗതസ്യ കൈഡഭജിത ശ്രുത്വാ ജനന്യാഗിര കിം കിം ബാലക ജൽപസീതിരചിതം ദൂകൃതം പാതുന. ശംഭോ സ്വാഗതം, പരമേശ്വര വന്നത് വളരെ നന്നായി. ഇത ആസിത, ഇവിടെ ഇരിക്കൂ. പദ്മാസന ഇത വാമേന, ബ്രഹ്മാവെ ഇവിടെ ഇടത്തുഭാഗത്തിരിക്കൂ. ക്രൗഞ്ചാരേ കുശലം, സുബ്രഹ്മണ്യ ക്ഷേമമാണല്ലോ. സുരപദേ സുഖം, ദേവേന്ദ്ര സുഖം തന്നെയോ. വിത്തേശ നോ ദൃശ്യസേ, വൈശ്രവണ കാണാറില്ലല്ലോ. ഇത്തം സ്വപ്നഗതസ്യ, ഇപ്രകാരം സ്വപ്നത്തിലുള്ള, കൈഡഭജിത ഗിര ശ്രുത്വ, കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടിട്ട്, ജനന്യ അമ്മയായ യശോദ, ബാലക കിം കിം ജൽപസി, ഉണ്ണി എന്താണ് പറയുന്നത്, ഇതി രചിതം എന്ന് ചോദിച്ച്, ധൂകൃതം
ന പാതു ധൂ എന്ന ഊത്ത് ഞങ്ങളെ രക്ഷിക്കട്ടെ. ശ്രീകൃഷ്ണ ഭഗവാൻ ഉറക്കത്തിൽ ദേവന്മാരുമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു കുശലപ്രശ്നത്തെ കവി ഈ ശ്ലോകത്തിൽ കൂടെ ചിത്രീകരിക്കുകയാണ്. പരമേശ്വര, വന്നത് വളരെ നന്നായി. ഇവിടെ ഇരിക്കൂ. ബ്രഹ്മാവേ, ഇവിടെ ഇടത്തുഭാഗത്തിരിക്കൂ. സുബ്രഹ്മണ്യ, ക്ഷേമമാണല്ലോ അല്ലേ? ദേവേന്ദ്ര, സുഖം തന്നെയോ? വൈശ്രവണ, ഈയിടെ കാണാറേ ഇല്ലല്ലോ. ഇപ്രകാരം സ്വപ്നത്തിലുള്ള കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടിട്ട് അമ്മയാ യശോദ, ഉണ്ണി, എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ച് ചെയ്തിട്ടുള്ള ധൂ ധൂ എന്ന ഊത്ത് ഞങ്ങളെ രക്ഷിക്കട്ടെ. കൃഷ്ണൻ എന്തോ ദുസ്വപ്നം കാണുന്നതായി തെറ്റിദ്ധരിച്ച് ആ ദുസ്വപ്നം നീങ്ങാൻ വേണ്ടി യശോദ പഞ്ചാക്ഷര മന്ത്രമോ മറ്റോ ജപിച്ച് ഊതുന്ന ഊത്താണ് ധൂ ധൂ കൃതം. അത് നമ്മെ രക്ഷിക്കട്ടെ എന്ന് ഭാവം. കൃഷ്ണൻ്റെ സ്വപ്നം വാസ്തവത്തിൽ സ്വപ്നമല്ല, വൈകുണ്ഠത്തിൽ വിഷ്ണുവുമായി തന്മയീഭവിക്കലാണ്. അവിടെ പറയുന്ന വാക്കെല്ലാം ഇവിടെയും കേൾക്കപ്പെടുന്നു എന്ന് കവിഹൃദയം. രണ്ടാളും വാസ്തവത്തിൽ ഒന്നാണല്ലോ. മാത കിം യദുനാഥ ദേഹി ചഷകം കിം തേന പാദം പയസ് തന്നാസ്തദ്യ കഥാസ്തി വാ നിശി നിശ കാവാന്ധകാരോദയേ ആമീല്യാക്ഷിയുഗം നിശാപ്യുപഗതാ ദേഹീതി മാതുർമുഹുർ വക്ഷോജാംബരകർഷണോ ദദകര കൃഷ്ണ സപുഷ്ണാതുന. ഇവിടെ കൃഷ്ണനും യശോദയും തമ്മിൽ നടന്ന മറ്റൊരു സംഭാഷണം കണ്ണടച്ച് ഇരുട്ടാക്കിയ കഥ ഈ ശ്ലോകത്തിൽ കൂടെ ചിത്രീകരിക്കുന്നു കവി. അമ്മേ, കൃഷ്ണൻ വിളിക്കുന്നു യശോദയെ. അമ്മേ. അപ്പോൾ യശോദ പറയുന്നത്, എന്താ കൃഷ്ണ, കിണ്ണം തരൂ. അതെന്തിനാ? പാൽ കുടിക്കാൻ. അതിപ്പോൾ ഇല്ല. എപ്പോഴാണ് ഉണ്ടാവുക? രാത്രിയിൽ. രാത്രി ഏതാണ്? ഇരുട്ടാവുമ്പോൾ. ഉടനെ കൃഷ്ണൻ കണ്ണ് രണ്ടും ചിമ്മിയിട്ട് രാത്രിയും വന്നു, തരൂ എന്ന് പറയുന്നു. പാൽ തരൂ, ഇനി രാത്രിയായി. കണ്ണ് രണ്ടും ചിമ്മിയിട്ട് ഇരുട്ടാക്കിയിട്ട് കൃഷ്ണൻ പറയുകയാണ് യശോദയോട്, രാത്രി വന്നു, എനിക്ക് പാൽ തരൂ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അമ്മയുടെ മുലക്കച്ച പിടിച്ച് വലിക്കാൻ മുതിർന്ന ആ കൃഷ്ണൻ നമ്മെ രക്ഷിക്കട്ടെ. ശ്ലോകം 60. കാളിന്ദീ പുളിനോദരേഷു മുസലീയാവൽഗത ഖേലിതം താവത് കർബുരികാപയപിബഹരേ വർദ്ധിഷ്യതേ തേ ശിഖ ഇത്തം ബാലതയാ പ്രധാരണപരാ ശ്രുത്വാ യശോദാഗിര പായാന സ്വശിഖാം സ്പൃശൻ പ്രമുദിത ക്ഷീരേർദപീതേ ഹരി. കാളിന്തി പുളിനോദരേഷു, കാളിന്തിയിലെ മണൽത്തിട്ടുകളിൽ ഖേലിതം മുസലി, കളിക്കുവാൻ ബലഭദ്രൻ യാവൽഗത താവത്, പോയ സമയത്ത് ഹരേ, അല്ലയോ കൃഷ്ണ, കർബുരിക പയപിബ, ചൂടുള്ള പാൽ കുടിക്കൂ, തേ, നിന്റെ, ശിഖ, തലമുടി, വർദ്ധിഷ്യതേ, വളരും, ഇത്തം പ്രധാരണപര യശോദാഗിര, ഇപ്രകാരം കാര്യസാധ്യത്തിനായി പറഞ്ഞ യശോദയുടെ വാക്കുകൾ ബാലതയാ ശ്രുത്വ, ബാലഭാവത്തിൽ കേട്ടിട്ട് ക്ഷീരേ അർദ്ധപീതേ, പാൽ പകുതി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വശിഖ, സ്വന്തം തലമുടി, സ്പൃശൻ, തൊട്ടുനോക്കിയിട്ട് പ്രമുദിത, വളർന്നു എന്ന ഭാവത്തിൽ സന്തോഷിച്ച ഹരി, ആ ഭഗവാൻ ന പായാത്, നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഉണ്ണികൃഷ്ണനെ യശോദ പറഞ്ഞു പറ്റിച്ച ഒരു രംഗമാണ് ഈ ശ്ലോകത്തിൽ കൂടി ചിത്രീകരിക്കുന്നത്. കാളിന്തിയിലെ മണൽത്തിട്ടുകളിൽ കളിക്കുവാൻ ബലഭദ്രൻ പോയ സമയത്ത് അല്ലയോ കൃഷ്ണ, ചൂടുള്ള പാൽ കുടിക്കൂ, നിന്റെ തലമുടി വളരും എന്ന് ഇപ്രകാരം കാര്യസാധ്യത്തിനായി പറഞ്ഞ യശോദയുടെ വാക്കുകൾ ബാലഭാവത്തിൽ നിഷ്കളങ്കതയോടെ കേട്ടിട്ട് പാൽ പകുതി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം തലമുടി തൊട്ടുനോക്കിയിട്ട് വളർന്നു എന്ന ഭാവത്തിൽ സന്തോഷിച്ച ആ ഭഗവാൻ, ആ ഉണ്ണിക്കണ്ണൻ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിലും ഭക്ത്യാദരവും സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ. നാരായണ നമോസ്തുതേ, നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും അതോടൊപ്പം പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.